സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം ജനൻ ടി വിയെ പറ്റി നിങ്ങൾക്കറിയാം. ജനൻ ടി വി എന്ന് പറയുന്നത് എവിടെ ഇസ്ലാമിനെ മുസ്ലിങ്ങളെ ഇടിച്ചു താഴ്ത്താൻ നോക്കും അവിടെ എല്ലാം അവർ ഇടിച്ചു താഴ്ത്തി ആരെങ്കിലും കൊണ്ടുവന്ന് കുറേ പൊട്ടന്മാരെ ഇരുത്തിയിട്ട് അങ്ങ് പറയിക്കുകയാണ്. ആരിഫ് ഹുസൈൻ, അവൻ്റെ പേര് മുസ്ലിം പേരാണ്. അവൻ പറയുന്നത് എക്സ് മുസ്ലിം, ഞാൻ പണ്ട് മുസ്ലിം ആയിരുന്നു, ഇപ്പം അല്ല. അപ്പം നിന്റെ തന്ത പണ്ട് ആരായിരുന്നു, ഇപ്പം ആരാണ്? അതും കൂടെ പറയണം. കാര്യം ഏതെങ്കിലും RSS കാരനാണ് ഇപ്പോൾ പണ്ട് മുസ്ലിം ആയിരുന്നോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ശരി, നിന്റെ തന്ത എക്സ് തന്തയാണ്, അതേ ഇപ്പം നിലവിലുള്ള പ്രസന്റ് തന്തയാണ്, അതും കൂടെ വ്യക്തമാക്കണം. ഒന്ന്, ആദ്യമായിട്ട് നീ മനസ്സിലാക്കാനുള്ളത്, നീ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അങ്ങനെ ആക്ഷേപിക്കുകയാണ്. ലോകത്തിലുള്ള എല്ലാം നീ ഇവിടെ വന്നിരുന്ന പൊട്ടത്തരമല്ലേ ഇപ്പൊ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ മതം ജൂതമതമാണെന്ന് നിനക്ക് വല്ല വിവരമുണ്ടോ? നീ എന്ത് ഡോക്ടറാണ്? നീ എന്തിനാണ് ഡോക്ടറേറ്റ് എടുത്തത്? നിനക്ക് ബുദ്ധിയില്ലാത്ത നീ ഒരു മണ്ട കഴുത ശിരോമണിയല്ലേ നീ? ലോകത്തിലെ ആദ്യത്തെ മതം എന്ന് പറയുന്നത് പുരാതന മതം ഇസ്ലാം മതമാണ്, മുസ്ലിമാണ്. ഇസ്ലാമാണ് മതം ആദ്യത്തെ. അതായത് ഈ യഹൂദന്മാരും നീ ഇപ്പൊ പറയുന്ന യഹൂദ മതവുമായിരുന്നാലും അവരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശ്വസിക്കുന്നെന്ന് പറയുന്നത് ആദ്യത്തെ മനുഷ്യൻ ആദമാണ്, സ്ത്രീ ഹവ്വയാണ്. അതിലാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ യഹൂദന്മാരുടെ അടുത്ത് നീ ആർക്കിയോളജിക്കൽ വകുപ്പ് നീ അന്വേഷിക്കാൻ വേണ്ടി ഇസ്രായേലിൽ പോയാൽ നീ ഇതൊന്നും അന്വേഷിക്കാത്തത്? അതെന്തുകൊണ്ട് നീ ഈ ചാനലിൽ വന്നിരുന്ന് പറയുന്നില്ല? ഇതുപോലെ യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത് ആദ്യമായിട്ടുണ്ടായിരുന്ന മനുഷ്യൻ ആദമാണ്, ഹവ്വയാണ് സ്ത്രീ എന്ന് നീ എന്തുകൊണ്ട് പറയുന്നില്ല? അവർ വിശ്വസിക്കുന്നുണ്ടല്ലോ, അപ്പൊ നീ അത് പറയില്ല. അതെന്തുകൊണ്ടാണ്? ഇവർ 3 പേരും വിശ്വസിക്കുന്നതാണ്, മുസ്ലിങ്ങൾ അതിനെ ഫോളോ ചെയ്യുന്നവരുമാണ്. അപ്പോ നീ ആദ്യം മനസ്സിലാക്കാനുള്ളത്, ഇസ്രായേൽ എന്ന് പറയുന്ന പേരെങ്ങനെ ഉണ്ടായിരുന്നു നീ ആദ്യം പഠിക്കുക. നീ ചരിത്രം പഠിക്കുക. നീ വന്നിരുന്ന് പൊട്ടത്തരം പറയരുത്. നീ അവിടെ വന്നിരുന്ന ചാനലിൽ നിനക്ക് മറുപടി പറയാനുള്ള വ്യക്തമായ അറിവുള്ള ആളുകളെ ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ്. തെണ്ടിത്തരം പറയുന്നതിന് ഒരു മര്യാദയുണ്ട്. നീ എന്നെ വിളിക്ക്, ഞാൻ വന്നിരുന്ന് നിനക്ക് പറഞ്ഞുതരാം. ഇസ്രായേൽ എന്ന പേര് നീ ആദ്യം എങ്ങനെ ഉണ്ടായി എന്ന് പഠിക്കുക. അതായത് നീ മനസ്സിലാക്കാനുള്ളത്, ഇബ്രാഹിം നബി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടാ നീ? കാര്യം യഹൂദന നീ മതം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന നീ ഇബ്രാഹിം നബിയെ വിശ്വസിക്കണം. ഇബ്രാഹിം നബിക്ക് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഇസ്ഹാഖ് നബി, ഒന്ന് ഇസ്മായിൽ നബി. ഇസ്മായിൽ നബി മക്കയിലോട്ട് വന്നു, അവർ അറബികള്. ഇസ്ഹാഖ് നബി പോയത് ജെറുസലേമിലാണ് പോയത്. അപ്പൊ അതിനു മുമ്പ് യഹൂദന്മാർ അവിടെ ഇല്ല. നീ അത് മനസ്സിലാക്ക്. അല്ല ചരിത്രം നീ ഇപ്പൊ 400 വർഷത്തിന് മുമ്പ് പറയുന്നത്. ഞാൻ പറയുന്ന ചരിത്രം എന്ന് പറയുന്നത് അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ഖുർആനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 1400 വർഷങ്ങൾക്ക് മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് 1500-ാം വാർഷികമാണ് ഇപ്പൊ ആഘോഷിച്ചത്. 40-ാം വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്, മുഹമ്മദ് നബിക്ക് നബിത്വം ലഭിക്കുന്നത്. അതിനുശേഷമാണ് ഖുർആൻ അവതരിക്കുന്നത്. ഖുർആൻ മാത്രമല്ല, തൗറാത്ത് എന്ന് പറയുന്നത് യഹൂദന്റെ ഗ്രന്ഥവും അത് ആർക്ക് കിട്ടിയതാണെന്ന് നീ മനസ്സിലാക്ക്. മൂസ അലൈഹി ഇസ്ലാം മൂസാ നബിയാണ്. മൂസാ നബി യഹൂദ മതം ഉണ്ടാക്കിയിട്ടില്ല. അത് നീ മനസ്സിലാക്കാത്തത്? നീ വിവരമില്ലാതെ എന്തെങ്കിലും വന്നിരുന്ന മണ്ടത്തരം വിളിച്ചു പറഞ്ഞ് നിന്റെ മുസ്ലിം നാമധാരി ആയതുകൊണ്ടാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അല്ലാതെ നീ മുസ്ലിം നാമധാരി ആകരുത്. നീ അന്തസ്സുള്ള തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ നീ ആദ്യം നിന്റെ പേര് മാറ്റണം. നീ ഇസ്ലാമിനെ മാത്രവും മുസ്ലിങ്ങളെ മാത്രമാണ്, അള്ളാഹുവിനെയും ഖുർആനെയും നബിയെയും മാത്രമാണ് നീ വിമർശിക്കുന്നത്. നീ വേറെ ഏതെങ്കിലും ക്രിസ്ത്യാനിയെ, നീ യഹൂദനെ, നീ വേറെ ഏതെങ്കിലും നീ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടാ? ഞാൻ കേട്ടിട്ടില്ല. ഹിന്ദു മതത്തെ വിമർശിച്ചിട്ടുണ്ടാ? ഇല്ല. നിനക്കതിന് കഴിയില്ല. നീ ഇവിടുന്ന് എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്നും പറഞ്ഞ് നീ ഈ തെണ്ടിത്തരം പറയുന്നതിന് നിനക്കൊരു മര്യാദ വേണം. നീ ആദ്യം നല്ല ആണുങ്ങളുമായിട്ട് മുട്ടാൻ പോകണം. അല്ലാതെ നീ ഏതെങ്കിലും വിവരമില്ലാത്ത ആളുകളെടുത്ത് പോകുന്നതിന് മൊട്ടിയിട്ട് നീ അങ്ങ് വിജയിച്ചു എന്ന് നീ ഒരു സൈസ് എന്തായാലും മണ്ടൻ ചിരിയിരിക്കുന്ന നീ ആളുകൾ പരിഹസിച്ചുള്ള ചിരിയുണ്ടല്ലോ, അത് നീ കൈ വെച്ചിരുന്നാൽ മതി. നിനക്ക് വിവരമില്ല. ആദ്യം നീ മനസ്സിലാക്ക്. അപ്പോൾ ഇസ്ഹാഖ് നബിയും ഇസ്മായിൽ നബിയുമാണ് ഇബ്രാഹിം നബിയുടെ 2 മക്കള്. അതേസമയം ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ് നബി. ക്രിസ്ത്യാനികളും പറയും, ജേക്കബ് എന്ന് പറയും. അത് നീ മനസ്സിലാക്കി വെച്ചോ. ഇത് ചരിത്രമാണ്. ചരിത്രം നീ പഠിക്കണം. പഠിക്കാതെ നീ എന്തെങ്കിലും മണ്ടത്തരം വന്നിരുന്ന ചാനലിൽ വന്നിരുന്ന് വിളിച്ചു പറയരുത്. അപ്പോ യാക്കൂബ് നബിക്കുള്ള പേര്, വേറൊരു പേരുണ്ട്, ഇസ്രായേൽ എന്ന്. അതാണ്. അല്ലാതെ രാജ്യം നീ ഉണ്ടായതിന്റെ കണക്കല്ല. നീ അത് ആദ്യം മനസ്സിലാക്ക്. യാക്കൂബ് നബിയുടെ വേറൊരു പേരാണ് ഇസ്രായേൽ. അതാണ് ഖുർആനിൽ പല സ്ഥലത്തും അവരെ അഭിസംബോധന ചെയ്യുന്നത് യാ ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിയാം നിനക്ക്? അല്ലെങ്കിൽ നീ പഠിക്ക് പോയി ഏതെങ്കിലും ഒരു മുസ്ലിം അടുത്ത്, വിവരമുള്ള ഒരു പണ്ഡിതന്റെ അടുത്ത് പോയി പഠിക്ക്. യാ ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ
അല്ലയോ ഇസ്രായേൽ സന്തതികളെ. ആരുടെ സന്തതികളാണ്? ജേക്കബ്, അതായത് യാക്കോബ് നബിയുടെ സന്തതികളാണ് ഈ ഇസ്രായേൽ. അതായത് യാക്കോബ് നബിയുടെ പേരാണ് ഇസ്രായേൽ എന്ന്. അത് നീ അതെങ്കിലും മനസ്സിലാക്കാനുള്ള കഴിവ്, പാണ്ഡിത്യം നിനക്ക് ഇല്ലാതെ പോയല്ലോ. നീ വലിയ പിന്നെ എന്തോ പണ്ഡിതനാണെന്നാണ് നിന്റെ വിചാരം. അത് നിനക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ് കൂടുതലുള്ളത്. അറിയാവുന്ന കാര്യങ്ങൾ വളരെ തുച്ഛമാണ് നിനക്ക്. അത് നീ മനസ്സിലാക്ക്. പിന്നെ അപ്പോ യാ ബനി ഇസ്രായേൽ എന്നാണ് ഖുർആനിൽ അഭിസംബോധന ചെയ്ത്. അല്ലയോ ഇസ്രായേൽ സന്തതികളെ. അപ്പൊ യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയാണ് ഈ പിന്നെ ഇവര്. അതിനുശേഷമാണ് മൂസ വരുന്നത്. മൂസ വന്നതിന് ശേഷമാണ് ഇവര് യഹൂദ മതം ഉണ്ടാക്കുന്നത്. അല്ലാതെ മൂസ അലൈഹിസ്സലാം പിന്നെ യഹൂദ മതം ഉണ്ടാക്കിയിട്ടില്ല. നീ അത് മനസ്സിലാക്കണം. ആദ്യം നിനക്ക് വിവരമില്ല, നീ ആദ്യം പോയി വിവരം പഠിക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ഒരു ഡിബേറ്റിൽ നമുക്ക് സംസാരിക്കാം. നീ എനിക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ എന്നെ വെല്ലുവിളിക്ക്. ഓക്കെ, ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ്. ഓക്കെ, ശരി, നന്ദി, നമസ്കാരം.